ഇങ്ങനെ മഴയായിരുന്നു നാളെ കാലത്ത് പോന്നാ മതിയായിരുന്നു. എല്ലാരും പറഞ്ഞതല്ലേ നാളെ കാലത്ത് പോയാ മതിയെന്ന്. നിനക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നില്ലേ? യമുന ഒരുപാട് നിർബന്ധിച്ചു. അവൾക്ക് ആദ്യം ഒരു വിഷമമൊക്കെ കാണും, പിന്നെ പുതിയ വീടുമായിട്ട് ഇണങ്ങിക്കോളും. നിനക്കും അങ്ങനെ ആയിരുന്നില്ലേ? എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയാ. കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ. നീയും പേടിച്ചിരുന്നോ? ഞാൻ നിന്നെ കുറേയേറെ വേദനിപ്പിച്ചു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോ എന്തിനാ പിന്നെയും പിന്നെയും? അതൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ അതൊന്നും ഓർക്കാറേ ഇല്ല. നിന്നെ കല്യാണം കഴിക്കാൻ പറയുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? ഒരു കുഞ്ഞു വേണ്ടടാ നിനക്കെന്ന്. എന്താ വേണ്ടേ? നിങ്ങളായിരുന്നോ? എവിടെ പോയത് രണ്ടാളും കൂടി? പെങ്ങളെ കെട്ടിയവനെ ഏൽപ്പിച്ചിട്ട് വരും വഴിയാണല്ലേ ഇനി നിങ്ങളങ്ങ് ആഘോഷിച്ചോന്നും പറഞ്ഞു. നീ പോ. എങ്ങോട്ട്? അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഞാൻ അത് വഴിയല്ലേ. എന്താ രണ്ടാളും കൂടി എന്നെ കണ്ടിട്ട് അറിയാത്ത പോലെ? കനക എന്നും കൂടി കൂട്ട ഒരാൾ കൂടി സ്ഥലം ഉണ്ടല്ലോ. അവന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും പാവം. നമ്മളിങ്ങനെ കരഞ്ഞ അവളെന്ത് ചെയ്യാ?
കിടക്കുക, ഒന്നും കഴിച്ചില്ല. മോളെ, എഴുന്നേറ്റ് വല്ലതും കഴിക്ക. എനിക്ക് വിശപ്പില്ല അച്ഛാ. ഇങ്ങനെ സാധ്യം പിടിച്ചാലോ? ആലോചിക്കുമ്പോ അച്ഛനും ചങ്ക് പൊട്ടിപ്പോകുന്നുണ്ട്. പിടിച്ചു നിൽക്കണ്ട. എന്നാലും മോളെ, കരയാതെ വാ, എഴുന്നേക്ക. അച്ഛനല്ലേ വിളിക്കുന്നേ? എഴുന്നേക്ക. കരയാതെ. ഈ മുടിയൊക്കെ ഒന്ന് നേരെ കിട്ടിവെക്ക്. അമ്മ താഴെ കഞ്ഞി വിളമ്പിച്ച് കാത്തിരിക്കുക. ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛ. പറ്റില്ല, ഒരു തവയെങ്കിലും അച്ഛന് വേണ്ടി. അമ്മേ, ഞാൻ പീടികയിലോട്ട് പോവാ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പതിവില്ല. ആളുകള് ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത്? എന്റെ നാരണേട്ടന് എന്തെങ്കിലും വരും ജയിലിൽ നിന്ന്. എനിക്ക് കാത്തിരിക്കാം. നിനക്കങ്ങനെ ആരും വരാനില്ലല്ലോ. പിന്നെ ആരെ കാത്തിട്ടേ ഇവിടെ? നാട്ടിലേക്ക് തന്നെ പോയിക്കൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. ഓ, ഇവിടെ തന്നെ കഴിഞ്ഞൂടെന്നാണോ ഭാവം? ഭർത്താവില്ലാത്ത വീട്ടില് എന്ത് അവകാശം ഒരു പെണ്ണിന്? പിന്നെ വേറെ ആണുങ്ങളുള്ള വീടാവുമ്പോ മഴ ചാറുന്നാ തോന്നണേ. അകത്തുണങ്ങാനിട്ടോളൂ. എന്താ മോളെ? അലക്കാൻ പോയപ്പോ ഒരുത്തി ചോദിക്ക, ഓരോ വേണ്ടാതീനും. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. മോളെ, ഇപ്പൊ തോന്നുന്നു അവള് പറഞ്ഞത് ശരിയാണെന്ന്. കനകേട്ടൻ പോയി. ഇനി എനിക്കെന്ത് കാര്യം ഇവിടെ? ഏതവളാ അത്? ഓ, ആ ലീല തന്നെയായിരിക്കും. നാണവും മാനവും ഇല്ലാത്തോള്. നാക്കിലാണെങ്കിലോ വിഷം. ഞാൻ ഇപ്പൊ തന്നെ അവളുടെ അഹമ്മതി തീർത്തു കൊടുക്കുന്നുണ്ട്. വേണ്ട, അമ്മ ചോദിക്കാനൊന്നും പോണ്ട. അവള് മാത്രമായിരിക്കില്ല, അങ്ങനെ വിചാരിക്കുന്ന പലരും ഉണ്ടാവും. മോൾ ഇനി തുണി അലക്കുന്നത് ഇവിടെ മതി. അതും ഇതും പറയാൻ ഇവിടെ ആരും കയറി വരില്ലല്ലോ. എനിക്കിവിടെ ഇപ്പോ ഒരവകാശം ഇല്ല എന്നുള്ളത് നേരല്ല അമ്മേ. എന്തിനു വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഒന്ന് മയങ്ങിപ്പോയി.
ആലോചിക്കുകയായിരുന്നു. കസ്തൂരിയുടെ കാര്യമേ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ നിൽക്കുന്നതില് അവക്ക് വിഷമമുണ്ട്. അവളങ്ങനെ പറഞ്ഞു. ഇവിടിപ്പോ നമ്മളൊക്കെയല്ലേ ഉള്ളൂ. അന്യരൊന്നും അല്ലല്ലോ, പിന്നെന്താ? ആളുകൾ ഓരോരുത്തർ പലതും പറയും. അത് കേൾക്കുമ്പോ ഇവിടെ ഒരു അവകാശവും ഇല്ലാന്ന് അവക്കും തോന്നും. അച്ഛനെ ഇടത്തിയോട് അല്ല കസ്തൂരിയോട് ചോദിച്ചോ? ചോദിക്കാനും പറയാനൊന്നുമില്ല. അവക്കൊരു ജീവിതം വേണ്ടേ? വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. കണ്ണടയുന്നവരെ എനിക്ക് അവളെ കാണണം. ഈ അച്ഛന് വേറൊന്നും വേണ്ട. ഓഹോ, ഇതാണ് പണിയല്ലേ? പൊട്ടനാണെന്നും പറഞ്ഞ് ഓരോ തോന്നിവാസം പഠിപ്പിക്കാം. ഞാനോ? ഇവൻ തന്നെത്താൻ പഠിച്ചതാ. അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ, എനിക്കാരെയും പേടിയില്ല. എടാ, നീ ചെറിയ കുട്ടിയല്ലേ? അത് പണ്ട്. ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നല്ല. അല്ല ഊണായില്ലേ? അമ്മ എവിടെ? നടുവേനായിട്ട് കിടക്കുക. ഞാൻ വിളമ്പി തരാം, ഇരുന്നോളൂ. എന്താ കറി? സാമ്പാറാ. കടവത്ത് പോയിരുന്നെങ്കിൽ നല്ല കരിമീൻ കിട്ടിയനെ. ആ, നാളെ ആവട്ടെ. കസ്തൂരി, എന്താ നീ വിളിച്ചത്? ഇനി എനിക്ക് അങ്ങനെ വിളിക്കാനല്ലോ. ഏടത്തിന്ന് വിളിക്കേണ്ടി വന്നപ്പോഴൊക്കെ പേര് വിളിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഇനിയിപ്പോ നമ്മുടെ കല്യാണം അതുടനെ നടത്താമെന്ന് അച്ഛൻ പറഞ്ഞത്. ഇല്ല, അത് നടക്കില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കസ്തൂരി, ഞാൻ ഇറങ്ങിപ്പോ. അവളങ്ങനെ പറഞ്ഞപ്പോ മുഖത്ത് അടി കിട്ടി പോലെ അല്ലേ? അയ്യോ, അതിന് മാത്രം ഒന്നും കഴിച്ചില്ലല്ലോ. കല്യാണം കഴിക്കാൻ നടരാജന് 100 പെണ്ണുങ്ങളെ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ വെറുതെ? വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടല്ല. അല്ല, അവളെ തന്നെ വേണമെന്ന് എന്താ എത്ര നിർബന്ധം? ഉള്ളിൽ അമൃതം കത്തുന്ന തീ പിന്നെ ആളി കത്തിച്ചതാ അച്ഛൻ. അച്ഛൻ ആദ്യം പറഞ്ഞപ്പോ ഒന്ന് മൂളിയാ മതിയായിരുന്നു. അവൾ എന്റെ രായനെ. ഏട്ടന് വേണ്ടി കണ്ട പെണ്ണല്ലേ? നല്ലതാവില്ലെന്ന് തോന്നി അല്ലേ? ഈ ആണുങ്ങളെ മനസ്സിലാക്കാൻ വലിയ പാടാ.
നാണം കെടുത്തില്ലേ? എല്ലാരും കൂടെ ഒരു നാണം കെടുത്തില്ലേ? ചിരിക്കുക ആളുകള്. ഒന്ന് പോലെ ആലോചിച്ച് തീരുമാനിച്ചൊരു കല്യാണം. ഞാനും ഒരാണ് തന്നെയാ. വേദന കുറവില്ലേ? ഇതങ്ങനെ കുറയുന്ന വേദനയല്ല, മനസ്സ് പെടയ. അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ കുറ്റം എന്റെ തന്നെയാ. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. വാണിയംകുളത്തെ കാലിച്ചന്തേന്ന് വാങ്ങിയാ പോരായിരുന്നോ കാളെ? ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയണേ? എന്നോ കഴിഞ്ഞ കാര്യം. വേറെ ആരുടെയെങ്കിലും കൂടെ എത്ര സന്തോഷമായിട്ട് കഴിയേണ്ടതായിരുന്നു അവള്. അച്ഛനൊന്ന് ഉണരാൻ വൈകി. ഒരു കാര്യം പറയാൻ കാത്തു നിൽക്കായിരുന്നു. ഞാൻ പോവുക. മോളെ, രാത്രി തന്നെ പോകാൻ ആലോചിച്ചതാ, ആരോടും പറയാതെ. പക്ഷേ നീ എങ്ങും പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ അച്ഛനാ പറയുന്നേ. കവിരമണി, ഇതൊക്കെ അങ്ങ് അകത്ത് കൊണ്ടുവെക്ക്. ഇല്ലച്ച, എനിക്ക് പോണം. ഈ വീട്ടില്, ഈ വീട് നിന്റെ കൂടെ അല്ലേ? മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ അവനോട് ഞാൻ എന്ത് പറയും? അവൻ ഇവിടല്ലേ ഉള്ളത്? മോളെങ്ങും പോവണ്ട. പോകുന്നവര് പോട്ടെ. ദാസിപ്പണിക്ക് വേറെ ആളെ കിട്ടും. എന്റെ മോളാ ഇവള്. ഇവളല്ല ഇവിടുന്ന് പോകേണ്ടത്, നീയാ. ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. ഇറങ്ങ്, എവിടെയെങ്കിലും പോ. വേണ്ടച്ച, ഞാൻ തന്നെയാണ് പോകേണ്ടത്. ഈ ഏടത്തിയോട് ദേഷ്യം തോന്നരുത്. എനിക്ക് നീ അനിയനാ. മറ്റൊരു നിലയ്ക്ക് കാണാൻ എനിക്ക് പറ്റില്ല. അച്ഛൻ മരിച്ചൊരു കുഞ്ഞുണ്ട് എന്റെ ഉള്ളിൽ. അതിന് സ്നേഹമുള്ളൊരു ഇളയച്ചനായി നീ ഉണ്ടാവണം. നേരാണോ മോളെ? ദൈവത്തിന്റെ ഓരോ ഞാൻ പോട്ടെ അച്ഛാ. ഇനിയും പോകാനോ? ഇല്ല. കനകന്റെ കുഞ്ഞ് ഈ വീട്ടിൽ വളരും. ഇവിടെ ഞാൻ തീരുമാനിച്ചതാണ്. അതിന് മാറ്റമില്ല. എന്നെ തടയരുത്.
എങ്ങനെ കഴിയും മോളെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ലല്ലോ അച്ഛ, പിന്നെ കുറെ ഓർമ്മകളും. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാന്നുള്ള ധൈര്യവും. ഏടത്തി, ഏടത്തിന്ന് വിളിച്ചല്ലോ, അത് മതി. സന്തോഷായി. ഇനി എന്റെ അച്ഛനെ അടിക്കരുത് കേട്ടോ.